എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, ലോക, തലവര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മദ്രാസി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് മദ്രാസി. ശിവകാർത്തികേയനാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ മദ്രാസി സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് മദ്രാസിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. മദ്രാസി സിനിമ ഒക്ടോബർ മാസം 2-നാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഓടുകുതിര ചാടുകുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അട്ര ഫ്ലോപ്പായ സിനിമയാണ് ഓടുകുതിര ചാടുകുതിര. ഓണത്തിനാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. ഫഹദ് ഫാസിൽ കല്യാണിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഫഹദിന്റെ കരിയറിലെ മോശം സിനിമകളിലൊന്നാണ് ഓടുകുതിര ചാടുകുതിര. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ മാസം 30-നായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ സിനിമകൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിക്കാറ്. എന്നാൽ OTTയിൽ ആർക്കും തന്നെ മമ്മൂട്ടി സിനിമകൾ വേണ്ട. അതിനർത്ഥമാണ് ഡൊമിനിക്കും ബസൂക്കയും. ഡൊമിനിക്കിൻ്റെ OTT ഇത്രയും കാലമായിട്ട് വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTയിൽ വരാറുണ്ട്. ഇപ്പോഴത്തെ അവസാനം ഡൊമിനിക്കിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായ ഡൊമിനിക്ക് ആമസോൺ പ്രൈമിലാണ് OTT റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോടെ സിനിമ വരും. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. പുതിയ താരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല റിപ്പോർട്ടാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ട് സിനിമ OTTയിൽ വന്നിട്ടില്ല. 2023-ലാണ് സിനിമ റിലീസായത്. ഇപ്പോഴത്തെ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സെപ്റ്റംബർ മാസം 28-ന് മുന്നേ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഇന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൺനെസ്റ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഇന്ദ്ര സിനിമ നേടിയെടുത്തത്. സെപ്റ്റംബർ മാസം 19-ന് സൺനെസ്റ്റിലാണ് ഇന്ദ്ര സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രണ്ടാം യാമം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ സിനിമയുടെ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 19-നാണ് രണ്ടാം യാമത്തിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വാർ 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹൃതിക് റോഷൻ നായകനായ സിനിമയാണ് വാർ 2. ഈ സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. വലിയ ഹൈപ്പോട് കൂടിയാണ് വാർ 2 വന്നിട്ടുണ്ടായിരുന്നത്. എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ഒക്ടോബർ മാസം 2-ന് നെറ്റ്ഫ്ലിക്സിലാണ് വാർ 2-ന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവിധം എല്ലാവരും കാത്തിരിക്കുന്നത് ലോക സിനിമയുടെ OTTക്ക് വേണ്ടിയാണ്. പക്ഷേ ഭൂരിഭാഗം പേരും ലോക സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടവരാണ്. എന്നാലും OTTയിൽ വന്നിട്ട് കാണാനാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമ 250 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടിക്ക് അടുത്ത് കളക്ഷൻ കിട്ടിയെന്നാണ് റിപ്പോർട്ട്. ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യത്തെ 300 കോടി ആവാനും സാധ്യതയുണ്ട്. ലോക സിനിമയുടെ OTT വരെ റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയത്. നെറ്റ്ഫ്ലിക്സ് ആണ് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം ആദ്യ വീക്കിലായിരിക്കും ലോക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും അവസാനത്തെ സിനിമയായിരുന്നു ബസൂക്ക. അതിനുശേഷം ഒരു സിനിമ റിലീസാക്കിയിട്ടില്ല. C5 ആണ് ബസൂക്ക വാങ്ങിച്ചിരിക്കുന്നത്. സാധാരണ മമ്മൂട്ടി സിനിമകളുടെ OTT വിറ്റുപോകാറില്ല. എന്നാൽ ബസൂക്കയുടെ OTT നേരത്തെ തന്നെ C5 വാങ്ങി. പക്ഷേ ഇതുവരെ അവർ OTT റിലീസ് ചെയ്തിട്ടില്ല. മമ്മൂട്ടി മികച്ച അഭിനയമാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ഇപ്പോഴത്തെ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോട് കൂടി ബസൂക്ക OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പേടിപ്പെടുത്തുന്ന ഒരുപാട് രംഗങ്ങൾ സുമതി വളവിലുണ്ട്. ആൾക്കാർ കേട്ട കെട്ടുകഥ അതുപോലെ തന്നെ സിനിമയാക്കിയിരിക്കുകയാണ്. ആൾക്കാരെ ഭയപ്പെടുത്തുന്ന സുമതി വളവിൻ്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പ്രേതത്തിനോടൊപ്പം തന്നെ ഒരുപാട് ചിരിക്കാനും സുമതി വളവിലുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. C5 ആണ് സുമതി വളവിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ എന്ന് റിലീസാക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അർജുൻ അശോകൻ നായകനായ സിനിമ ഒരുപക്ഷെ സെപ്റ്റംബർ മാസം 20-ന് മുന്നേ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു മലയാള സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷനും സിനിമ നേടി. പക്ഷേ OTTയിൽ മാത്രം വരുന്നില്ല. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ അടുത്ത വീക്ക് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് ഹൃദയപൂർവ്വം. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഹൃദയപൂർവ്വത്തിൻ്റെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പറഞ്ഞ സിനിമ തിയേറ്ററുകളിൽ ക്ലിക്കായി. ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസം 30-ന് ഹൃദയപൂർവ്വം OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായങ്ങൾ നേടിയിട്ടും തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സർക്കിട്ട്. കാരണം ഇതൊരു ചെറിയ കഥയാണ്.
ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. സർക്കിറ്റിന്റെ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് ആണ് സർക്കിറ്റിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 26-നാണ് മനോരമ മാക്സിൽ സർക്കിറ്റിന്റെ OTT. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.